നമസ്കാരം. ഒക്ടോബർ 7-ന് ഇസ്രയേലിനെതിരായ ആക്രമണത്തിലും തുടർന്നുള്ള ഗാസയിലെ യുദ്ധത്തിലും യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ച് ഹമാസ് നേതാവ് യഹ്യ സിൻവാറിനും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും എതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ചീഫ് പ്രോസിക്യൂട്ടർ കരീം ഖാൻ CNN-നോട് പറഞ്ഞു. ഇന്ന് ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് പറഞ്ഞത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും മറ്റ് 2 ഹമാസ് നേതാക്കൾക്കും എതിരെ ICC വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ഖാൻ പറഞ്ഞു. ഇസ്രായേലി രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള വാറന്റുകൾ അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയുടെ ഉന്നത നേതാവായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ലക്ഷ്യമിടുന്നത് ഇതാദ്യമായാണ്. ഈ തീരുമാനം നെതന്യാഹുവിനെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട്. യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിൽ ICC പുടിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഉന്മൂലനം, കൊലപാതകം, ബന്ദികളാക്കൽ, ബലാത്സംഗം, തടങ്കലിൽ ലൈംഗികാതിക്രമം എന്നീ കുറ്റങ്ങളാണ് ഹമാസ് നേതാക്കളായ സിൻവാർ, ഹനിയെ, അൽ-മസ്രി എന്നിവർക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് ഖാൻ പറഞ്ഞു. ഒക്ടോബർ 7-ന് ആളുകളെ അവരുടെ കിടപ്പുമുറികളിൽ നിന്ന്, അവരുടെ വീടുകളിൽ നിന്ന്, ഇസ്രയേലിലെ വിവിധ കിബുത്സിമുകളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയപ്പോൾ ലോകം ഞെട്ടിയെന്നും ഖാൻ പറഞ്ഞു. നെതന്യാഹുവിനും ഗാലന്റിനുമെതിരായ കുറ്റങ്ങളിൽ ഉന്മൂലനം ചെയ്യുക, പട്ടിണിക്ക് കാരണമാക്കുക, മനുഷ്യത്വപരമായ ദുരിതാശ്വാസ സാമഗ്രികൾ നിഷേധിക്കുക, സംഘർഷത്തിൽ സാധാരണക്കാരെ മനഃപൂർവ്വം ലക്ഷ്യം വെക്കൽ എന്നിവയുൾപ്പെടെയുള്ള കുറ്റങ്ങളാണെന്നും ഖാൻ പറഞ്ഞു. അതേസമയം ഇസ്രയേലും അമേരിക്കയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗങ്ങളല്ല. എന്നിരുന്നാലും 2015-ൽ കോടതിയുടെ സ്ഥാപക തത്വങ്ങൾക്ക് വിധേയരാകാൻ പലസ്തീൻ നേതാക്കൾ ഔപചാരികമായി സമ്മതിച്ചതിനെ തുടർന്ന് ഗാസ, കിഴക്കൻ ജെറുസലേം, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ തങ്ങൾക്ക് അധികാര പരിധിയുണ്ടെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ പുടിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.